കൊച്ചിയിലേക്ക് വന്ന് റോളിറക്കാൻ നിന്ന കഴുകന്മാരുടെ ക്ലീൻ ഷീറ്റ് കീറി ഒട്ടിച്ച് വിട്ടിട്ടുണ്ട് ജീസസ് ജിമിനിസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ്. ജീസസ് ജിമിനിസ് മാത്രമല്ല, ദാനം കിട്ടിയ ഒരു ഗോളിന്റെ ബലത്തിൽ പൊളയ്ക്കാമെന്ന് കരുതിയ ബംഗളൂരുവിനെ നിശബ്ദരാക്കുന്ന പ്രകടനം. കളിയിൽ ഉടനീളം ആദ്യ പകുതിയിലുടനീളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആബ്സല്യൂട്ട് ഡോമിനേഷൻ. പിന്നെ നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് നട്വേക്കർ എന്ന് പറയുന്ന റഫറി മോൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നിരന്തരം വിസിലൂതും എന്ന് പറഞ്ഞിരുന്നു. അത് ഏകദേശം അതുപോലെ തന്നെയാണ് നടന്നിരുന്നത്. അഡ്രിയാൻ ലൂണയ്ക്ക് എന്തിനാണ് കാർഡ് കൊടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം ക്യാപ്റ്റന് റഫറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു, ക്യാപ്റ്റന് മാത്രം. അത് നിയമപരമായിട്ട് ചോദ്യം ചെയ്ത് അഡ്രിയാൻ ലൂണയ്ക്ക് കാർഡ് കൊടുത്തു. പിന്നെ ഡാനിഷിന് തുടക്കത്തിൽ തന്നെ യെല്ലോ കാർഡ് കൊടുത്ത് മെന്റലി തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ ഡൗൺ ആക്കി. ഇനി അവരുടെ അഗ്രസീവ്നെസ് പുറത്തു വരില്ല എന്നൊക്കെ നട്വേക്കർ കണക്ക് കൂട്ടിയെങ്കിൽ, പക്ഷേ ആരാധകരുടെ ആർപ്പുവിളികളിൽ നിന്നും ഊർജ്ജം സിരകളിലേക്ക് സന്നിവേശിപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ കളിക്കളത്തിൽ ആളിക്കത്തിയപ്പോൾ ദാനം കിട്ടിയ ഗോളിന്റെ ബലത്തിൽ ബംഗളൂരുവിന് അധികം പൊളയ്ക്കാൻ കഴിഞ്ഞില്ല. ആദ്യ പകുതിയിൽ ഉടനീളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡോമിനേഷൻ തന്നെയായിരുന്നു. ഇതുവരെ ആർക്കും തുളയിടാൻ കഴിയാത്ത ബംഗളൂരുവിന്റെ അതിശക്തമായിട്ടുള്ള വൻമതിലിനോട് ഉപമിക്കുന്ന ആ ഒരു ശക്തമായ ഗോൾ വലയ്ക്ക്, അല്ലെങ്കിൽ ഗോളുകൾ കടക്കാത്ത ശക്തമായ കവാടത്തിന് തുളയിട്ട് ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ആദ്യമായിട്ട് ബംഗളൂരുവിന്റെ ഹൃദയം തുളന്നൊരു ഗോൾ നേടിയിരിക്കുകയാണ്. ഈ സീസണിൽ ഒരു ടീമിന് പോലും ബംഗളൂരുവിന്റെ ഗോൾ വല തുളയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന റെക്കോർഡുമായിട്ട് വന്നിരുന്നു. പക്ഷേ റെക്കോർഡുകളെ ചവിട്ടി മെതിച്ച് കടപുഴക്കി വിടുവാൻ ഇടഞ്ഞ കൊമ്പന്മാർക്ക് കരുത്തുണ്ടായിരുന്നു. ആ കാലിന്റെയും മസ്തകത്തിന്റെയും കരുത്ത് ബംഗളൂരുവിന്റെ കഴുകന്മാർ അറിഞ്ഞു തുടങ്ങി. ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അബ്സല്യൂട്ട് ഡോമിനേഷൻ, വീണ് കിട്ടിയ ഗോൾ മാത്രമാണ് ബംഗളൂരിന് എടുത്തു പറയാനുള്ളത്. പലതവണ നമ്മളവിടെ വാങ്ങിച്ചവും ഹോർമിയും തമ്മിലുള്ള നവോച്ചയും തമ്മിലുള്ള പോരാട്ടങ്ങൾ കാണുന്നുണ്ടായിരുന്നു. നട്വേക്കർ അവസാനം ഒരു പെനാൽറ്റി അവാർഡ് ചെയ്തു. അത് അവാർഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും പലപ്പോഴും പക്ഷപാതപരമായിട്ടുള്ള റഫറിങ് ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ ഹൃദയം എടുത്ത് കയ്യിൽ പിടിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ പന്ത് തട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. ആബ്സല്യൂട്ട്ലി ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ ഹൃദയം കയ്യിലെടുത്ത് പന്ത് തട്ടിയപ്പോൾ ബംഗളൂരു കളിക്കളത്തിൽ നിഷ്പ്രഭമായിരുന്നു. നോവാസോ ഇല്ലാതിരുന്നിട്ട് പോലും മിക്കേൽ സ്റ്റെഹറ എന്ന പരിശീലകന് തന്റെ കുട്ടികളെ കൊണ്ട് കളിക്കളത്തിൽ എണ്ണയിട്ട യന്ത്രം ഓടിക്കളിക്കുന്നത് പോലെ എതിരാളികളുടെ ചിന്തകളെ ചവിട്ടി മെതിച്ച് കളിക്കളത്തിൽ അഗ്നിയായി ആളിക്കത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ second half well made, furious.